നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു. ശ്രദ്ധിച്ചാലും. സഖറിയ പ്രവചനം 12-ാം അധ്യായം. ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. പ്രവാചകം ഇസ്രയേലിനെ കുറിച്ചുള്ള യഹോവയുടെ അരുളപ്പാട്. ആകാശം വിരിക്കുകയും ഭൂമിയുടെ അടിസ്ഥാനമിടുകയും മനുഷ്യന്റെ ആത്മാവിനെ അവന്റെ ഉള്ളിൽ നിർമ്മിക്കുകയും ചെയ്തിരിക്കുന്ന യഹോവയുടെ അരുളപ്പാട്. ഞാൻ യെരൂശലേമിനെ ചുറ്റുമുള്ള സകല ജാതികൾക്കും ഒരു പരിഭ്രമ പാത്രമാക്കും. യെരൂശലേമിന്റെ നിരോധത്തിങ്കൽ അത് യഹൂദയ്ക്കും വരും. അന്നാളിൽ ഞാൻ യെരൂശലേമിനെ സകല ജാതികൾക്കും ഭാരമുള്ള കല്ലാക്കി വെക്കും. അതിനെ ചുമക്കുന്നവരൊക്കെയും കഠിനമായി മുറിവേൽക്കും. ഭൂമിയിലെ സകല ജാതികളും അതിന് വിരോധമായി കൂടിവരും. അന്നാളിൽ ഞാൻ ഏത് കുതിരയെയും സ്തംഭനം കൊണ്ടും പുറത്ത് കയറിയവനെ ഭ്രാന്തുകൊണ്ടും ബാധിക്കും. യഹൂദാ ഗൃഹത്തിന്മേൽ ഞാൻ കണ്ണ് തുറക്കുകയും ജാതികളുടെ ഏത് കുതിരയെയും അന്ധത പിടിപ്പിക്കുകയും ചെയ്യുമെന്ന് യഹോവയുടെ അരുളപ്പാട്. അപ്പോൾ യഹൂദ മേധാവികൾ, യെരൂശലേം നിവാസികൾ അവരുടെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ നിമിത്തം നമുക്ക് ബലമായിരിക്കുന്നു എന്ന് ഹൃദയത്തിൽ പറയും. അന്നാളിൽ ഞാൻ യഹൂദ മേധാവികളെ വിറകിന്റെ ഇടയിൽ തീച്ചട്ടി പോലെയും കറ്റയുടെ ഇടയിൽ തീപ്പന്തം പോലെയും ആക്കും. അവർ വലത്തുഭാഗത്തും ഇടത്തുഭാഗത്തും ചുറ്റുമുള്ള സകല ജാതികളെയും തിന്നുകളയും. യെരൂശലേമിന് സ്വസ്ഥാനത്ത് യെരൂശലേമിൽ തന്നെ വീണ്ടും നിവാസികൾ ഉണ്ടാകും. ദാവീദ് ഗൃഹത്തിന്റെ പ്രശംസയും യെരൂശലേം നിവാസികളുടെ പ്രശംസയും യഹൂദയുടെ നേരെ ഏറിപ്പോകാതിരിക്കേണ്ടതിന് യഹോവ യഹൂദ കൂടാരങ്ങളെ ആദ്യം രക്ഷിക്കും. അന്നാളിൽ യഹോവ യെരൂശലേം നിവാസികളെ പരിച കൊണ്ട് മറയ്ക്കും. അവരുടെ ഇടയിൽ ഇടറി നടക്കുന്നവൻ അന്നാളിൽ ദാവീദിനെ പോലെ ആയിരിക്കും. ദാവീദ് ഗൃഹം ദൈവത്തെപ്പോലെയും അവരുടെ മുമ്പിലുള്ള യഹോവയുടെ ദൂതനെ പോലെയും ആയിരിക്കും. അന്നാളിൽ ഞാൻ യെരൂശലേം ഗൃഹത്തിന്മേലും ദാവീദ് ഗൃഹത്തിന്മേലും യെരൂശലേം നിവാസികളുടെ മേലും കൃപയുടെയും യാചനയുടെയും ആത്മാവിന് പകരം തങ്ങൾ കുത്തിയമെങ്കിലേക്ക് അവർ നോക്കും. ഏകജാതനെക്കുറിച്ച് വിലപിക്കുന്നത് പോലെ അവർ അവനെക്കുറിച്ച് വിലപിക്കും. ആദ്യജാതനെക്കുറിച്ച് വസനിക്കുന്നത് പോലെ അവർ അവനെക്കുറിച്ച് വസനിക്കും. അന്നാളിൽ മെഗുത്തോ താഴ്വരയിലുള്ള ഹദദ് റിമ്മോനിലെ വിലാപം പോലെ യെരൂശലേമിൽ ഒരു മഹാവിലാപം ഉണ്ടാകും. ദേശം കുലംകുലവുമായി വെവ്വേറെ വിലപിക്കും. ദാവീദ് ഗൃഹത്തിന്റെ കുലം പ്രത്യേകവും അവരുടെ സ്ത്രീജനം പ്രത്യേകവും. നാഥാൻ ഗൃഹത്തിന്റെ കുലം പ്രത്യേകവും അവരുടെ സ്ത്രീജനം പ്രത്യേകവും. ലേവി ഗൃഹത്തിന്റെ കുലം പ്രത്യേകവും അവരുടെ സ്ത്രീജനം പ്രത്യേകവും. ശിമെയി കുലം പ്രത്യേകവും അവരുടെ സ്ത്രീജനം പ്രത്യേകവും. ശേഷിച്ചിരിക്കുന്ന കുലങ്ങളൊക്കെയും അതത് കുലം പ്രത്യേകവും അവരുടെ സ്ത്രീജനം പ്രത്യേകവും വിലപിക്കും. 12-ാം അധ്യായം 11-ാം അധ്യായത്തിലെ സംഭവങ്ങളുടെ തുടർച്ചയല്ല, വിദൂര ഭാവിയിൽ സംഭവിക്കുന്നവയാണ്. യേശു 30 വെള്ളിക്കാശിന് ഒറ്റിക്കൊടുക്കപ്പെട്ട് മരിക്കുന്നതും അതോടനുബന്ധിച്ചുള്ള കാര്യങ്ങളുമാണ് 11-ാം അധ്യായം. ഏറെ താമസിയാതെ യെരൂശലേം നഗരവും ദേവാലയവും കല്ലോട് കല്ല് ശേഷിക്കാൻ ഇടയാകാതെ തകർന്നുപോയ കാര്യം നമുക്കറിയാം. ഇസ്രായേൽ ലോകത്തിന്റെ എല്ലാ രാജ്യത്തേക്കും ചിതറിപ്പോകുവാനും ഇടയായി. എന്നാൽ ലോകാന്ത്യ സമയത്തോടനുബന്ധിച്ച് ഇസ്രായേൽ മടങ്ങി വന്ന് പിതാക്കന്മാരുടെ വാഗ്ദത്ത ദേശം അവകാശമാക്കുകയും അന്ന് തുടങ്ങി ചുറ്റുമുള്ള ജാതികൾ അവർക്ക് എതിരായി തീരുകയും ചെയ്യും. അതെല്ലാം ചരിത്രത്തിൽ യാഥാർത്ഥ്യമായി. എന്നാൽ യെരൂശലേമിലെ ചുറ്റുമുള്ള സകല ജാതികൾക്കും യെരൂശലേമിനെ ഒരു ഭാരമുള്ള കല്ലാക്കി വയ്ക്കും എന്നുള്ളത് അതിന്റെ ശക്തിയെ കാണിക്കുന്നതാണ്. ഒരു രാജ്യത്തിനും തോൽപ്പിക്കാൻ പറ്റാത്ത നിലയിൽ ഇസ്രായേൽ പ്രാബല്യം പ്രാപിക്കും. ചുറ്റുമുള്ള ജാതികൾ, അതായത് കുതിരയും കുതിരപ്പുറത്തിരിക്കുന്നവരും ഭ്രാന്തുള്ളവരായി തീരും എന്നാണ് വായിക്കുന്നത്. കുതിരയും കുതിരപ്പുറത്തിരിക്കുന്നവരും എന്ന് പറയുന്നത് യുദ്ധത്തെയാണ് കാണിക്കുന്നത്, യുദ്ധായുധങ്ങളെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇസ്രായേലിനെതിരായിട്ട് യുദ്ധം ചെയ്യുന്ന ആളുകൾ ഭ്രാന്തന്മാരായിട്ട് ആണവായുധം പ്രയോഗിക്കും, രാസായുധം പ്രയോഗിക്കും, മിസൈലുകൾ പ്രയോഗിക്കും, തകർത്തുകളയും, ഇല്ലാതെയാക്കും, ശൂന്യമാക്കും എന്നൊക്കെ അവര് ഇങ്ങനെ ഭ്രാന്തന്മാർ പറയുന്നത് പോലെ
പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലത്തേക്ക് നാം ഇന്ന് വന്നിരിക്കുകയാണ്. എന്നാൽ ഒരു രാജ്യത്തിനും തോൽപ്പിക്കാൻ പറ്റാത്ത നിലയിൽ ഇസ്രായേൽ പ്രാബല്യം പ്രാപിക്കും എന്നുള്ളത് ഈ കാലത്ത് ഏവരും കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇസ്രായേലിനെ ഉപദ്രവിക്കുന്നവരൊക്കെ തകരുകയാണ്. 9 വരെയുള്ള വാക്യങ്ങൾ അവരുടെ കായിക ശക്തിയെ കുറിക്കുന്നതാണെങ്കിൽ 10 മുതലുള്ള വാക്യങ്ങൾ അവരുടെ ആത്മീയതാസ്ഥാനമാണ്. ഇതുവരെ അവർ യഹോവയാണ് ദൈവം എന്ന സാമാന്യ അറിവ് മാത്രമുള്ളവരാണ്. എന്നാൽ അന്ത്യകാലത്ത് അവർ ആ യഹോവ മറ്റാരുമല്ല, അവർ തള്ളിക്കളയുകയും ചങ്കത്ത് കുത്തുകയും അല്ലെങ്കിൽ തലയിൽ മുൾമുടി ചൂടി പരിഹസിക്കുകയും ചെയ്ത യേശുവാണെന്ന തിരിച്ചറിവിലേക്ക് വരും. അതിനാൽ അവർ ഗോത്രമായി, അതിലെ പുരുഷന്മാർ വേറെ സ്ത്രീകൾ വേറെ, കരഞ്ഞു മാറത്തടിച്ചു വിലപിക്കുവാൻ, യേശുവിനെ കൈക്കൊള്ളുവാൻ, യേശുവിനെ സ്നേഹിക്കുവാൻ ഇടയായിത്തീരും. അങ്ങനെ അതിനാൽ അവർ ദൈവരാജ്യത്തിന്റെ അവകാശികളായി തീരുവാനും അവര് പണ്ട് ഭൗമികമായി ഉയർന്നതുപോലെ ആത്മീയമായി അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയായി തീരുകയും ചെയ്യും. ഇതാണ് ഈ അധ്യായം വിവരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, കർത്താവ് പറഞ്ഞതെല്ലാം, സെഖര്യാ പ്രവചനത്തിലൂടെ പറഞ്ഞതെല്ലാം അക്ഷരപ്രകാരം നിറവേറ്റപ്പെടുകയാണ്. യേശു കഴുതപ്പുറത്ത് സഞ്ചരിക്കും എന്നുള്ളത് നിറവേറി. യേശുവിനെ 30 വെള്ളിക്കാശിന് ഒറ്റിക്കൊടുക്കും, അത് നിറവേറി. ഇസ്രായേൽ മടങ്ങി വരും എന്നുള്ളത് നിറവേറി. ഇസ്രായേലിനെ ആർക്കും തോൽപ്പിക്കാൻ കഴിയാതെ വണ്ണം അവർ ശക്തരാകും, ചുറ്റുമുള്ള ജാതികൾ തോൽക്കാനിടയാകും എന്നുള്ളത് അതും നിറവേറും. അങ്ങനെ തീർച്ചയായിട്ടും ബൈബിൾ സത്യമാണെന്ന് തെളിയിക്കപ്പെടും, യേശു ദൈവമാണെന്ന് തെളിയിക്കപ്പെടും. കർത്താവിനെ കുരിശിച്ച ആളുകൾ അവര് അനുതാപത്തോടുകൂടെ യേശുവിനെ സ്വീകരിക്കാൻ ഇടയായിത്തീരും. അതോടെ ദൈവരാജ്യവും സംഭവിക്കും. ആ ദൈവരാജ്യത്തിനായിട്ട് ഒരുങ്ങാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവിന്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.